രാഹുലെ, പണ്ടൊരു ഇലക്ഷൻ പാതിരാവിലെ നമ്മുടെ പഴയ ഇ പി ജയരാജൻ, CPM-ന്റെ മുതിർന്ന ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം വരുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ തലേ ദിവസങ്ങളിൽ ബോംബ് പൊട്ടിക്കുന്നത് CPM-ന്റെ എക്കാലത്തെയും ഒരു പ്രവണതയാണ്. നിലമ്പൂർ ഇലക്ഷന് തൊട്ടു മുമ്പുമായി RSS-ഉമായി പഴയ ജനസംഘവുമായുള്ള അടുപ്പമുണ്ടായിരുന്നു. MV ഗോവിന്ദൻ്റെ തുറന്നു പറച്ചിൽ വളരെ ചർച്ചയായി. ഇന്നിപ്പോൾ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടം നടക്കുകയാണ്, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ. അത്തരമൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടം വിഷയം ഇത്രയും നാൾ പമ്മിയിരുന്നതിന് ശേഷം ഇന്ന് ഇലക്ഷൻ പോളിംഗ് തുടങ്ങിയൊരു സാഹചര്യത്തിൽ രാവിലെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ സ്ത്രീലമ്പടന്മാരെ ചുമക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന തരത്തിലൊരു ബൈറ്റ് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും UDF-കാരും LDF-കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ആക്രമിക്കുക. അതിന് മറുപടിയായി VD സതീശനും രമേശ് ചെന്നിത്തലയും വരികയും പീഡന പരാതി കൈ കിട്ടിയിട്ടും അത് പൂഴ്ത്തിയ ആളാണ് പിണറായി വിജയൻ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്തിനായിരിക്കും മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോളിംഗിൻ്റെ ആദ്യഘട്ടത്തിൽ മലബാർ മേഖലയിൽ അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ പോലുള്ള ഭാഗങ്ങളിൽ തദ്ദേശത്തിൽ UDF മേൽക്കൈ നേടുമെന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബൈറ്റാണോ അത്? നമുക്കറിയാം, എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഇരിക്കുന്ന ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും കൊണ്ടുവരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു ശബരിമല കേസും മുഖ്യമന്ത്രിക്ക് പറഞ്ഞ ED നോട്ടീസും. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് വരുന്നത്. അപ്പൊ അത്തരത്തിൽ അത്ര ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു വീഴുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയൊക്കെ CPM-ന്റെ നേതാക്കന്മാർ മിണ്ടാതിരുന്നെങ്കിലും സൈബർ ഹാൻഡിലുകൾ അങ്ങനെയൊന്നും വെറുതെ ഇരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള, അതായത് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് സൈബർ സഖാക്കന്മാർ ഏറ്റവും കൂടുതലും എടുത്തു കാണിക്കുന്നത് പൊതിച്ചോറാണ്. പൊതിച്ചോറുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കാൻ തയ്യാറായതും രാഹുലിനെ പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് പറയുന്നത് രാഹുലിനെ ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം രാഹുലിനെ പുറത്താക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസത്തെ ബൈറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഒരു ഇത്തരത്തിൽ ശ്രീലമണന്മാരെ ചുമക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും എന്ന് പറയേണ്ടി വരും. അല്ല, അപ്പോഴും നോക്കൂ, അദ്ദേഹം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടക്കുമ്പോൾ സ്വന്തം വശത്തേക്ക് നോക്കും. ഇപ്പോൾ ഇതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു ആരോപണമുണ്ട്. അത് മന്ത്രിസഭയിലെ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെടെ എത്ര പേരുണ്ട് നോക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. PT കുഞ്ഞഹമ്മദിനെതിരായ പരാതി പൂഴ്ത്തിയ ആളാണ് മുഖ്യമന്ത്രി എന്നുള്ള രമേശ് ചെന്നിത്തല വിട്ടു. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാൻ തുടങ്ങിയാൽ അപ്പുറത്തെ സൈഡും ഉണ്ട്, ഇപ്പുറത്തെ സൈഡും ഉണ്ട്. പക്ഷെ തുടക്കം കുറച്ചത് മുഖ്യമന്ത്രി ആണെന്നുള്ള സ്ഥിതിക്ക് സ്വന്തം പക്ഷത്തേക്ക് മുകേഷ് MLA-യും കടകംപള്ളി സുരേന്ദ്രനെയും അല്ല, മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ സ്ത്രീലമ്പടന്മാരുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണ്. എന്താണ് രാവിലെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആണോ? പീഡന കേസ് ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ് നമ്മൾ എന്ന് പറയുന്നത് പോലെ പീഡന കേസ് കുറവുള്ള പാർട്ടി, പീഡന കേസിന് സ്വന്തമായിട്ടൊരു കോടതിയും സ്വന്തമായിട്ട് അന്വേഷണ കമ്മീഷനുമുള്ള ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അല്ലെന്ന് പറയാൻ പറ്റും. തീവ്രം അളക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. മിഷനുണ്ട്. ആ മിഷന്റെ വില ഇന്ന് സ്വർണ്ണപ്പാളിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഡയലോഗല്ല, അദ്ദേഹം പറഞ്ഞതാണ്, മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിലാണ് പറയുന്നത്. 500 കോടി രൂപയ്ക്കാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിറ്റിട്ടുള്ളത്. അത് രമേശ് ചെന്നിത്തലയുടെ ഒരു സുഹൃത്താണ് തന്നോട് പറഞ്ഞതെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അപ്പോൾ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്നയിക്കാം, അത് തെളിയിക്കേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമ്മുടെ നിലമ്പൂർ MLA PV അൻവർ 250 കോടിയുടെ ആക്ഷേപമായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചത്. അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന ആളുകൾക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ കൊടുക്കുക. നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞാണ്. അല്ല, അതെ, നിയമസഭയിൽ ഉൾപ്പെടെ പറയുകയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് ഒന്നും അല്ലാതായി പോയത്? അപ്പൊ അത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്, തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല ഈ കാലയളവിൽ എല്ലാം പറഞ്ഞു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലയളവിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ, പാർട്ടിക്ക് അതിപ്പം രാഹുൽ സൂചിച്ചത് സ്പ്രിംഗ്ലർ ആയാലും ഉണ്ടയില്ലാത്ത വെടിയുടെ കേസായാലും ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ കൊണ്ട്, പക്ഷെ പാർട്ടിക്കകത്തുനിന്ന് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതെല്ലാം കറങ്ങി തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും പ്രതിപക്ഷത്തിലേക്ക് എത്തി. ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതുമായി സോളിഡ് എവിഡൻസ് ഉള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേടുന്ന ഒരു സാഹചര്യത്തിൽ
വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിട്ട് വരേണ്ടത് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ പോഷക സംഘടനകളുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് പോഷക സംഘടനകൾ കൃത്യമായിട്ട് സമരങ്ങളുമായി മുന്നോട്ടിറങ്ങി തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകൂ. ഇവര് സമരം നടത്തുന്നുണ്ട്, ഇന്നതാണ് വിഷയമെന്ന്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നു, ലൈംഗിക പീഡന പരാതിയാണ്. ഇടതുപക്ഷം അടങ്ങിയിരുന്നോ? ഇല്ല. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ വലിയ രീതിയിലുള്ള ഞങ്ങൾ ഇത് പറയാൻ ആളല്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർക്കെതിരെ ആരോപണം വരുന്ന അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ തെരുവിൽ സംഘർഷങ്ങൾ നടന്നില്ലേ? തീർച്ചയായിട്ടും തെരുവിൽ സമരങ്ങൾ നടന്നില്ലേ? സംഘടനകളെല്ലാം തന്നെ സമരം നടത്തിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലെക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖംമൂടി വെച്ച് ഓടിപ്പോകുന്ന വഴി തുണിക്കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡെമ്മിയെ വരെ കെട്ടിപ്പിടിക്കുന്ന രീതിയിലേക്ക് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് രാഹുലിന്റെ വിഷയവും ഇപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്ന് പറഞ്ഞുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ ഒന്ന് വ്യതിചലിപ്പിച്ച് വിടണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇനി ഓടാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാൻ കഴിയില്ല. അതായത് തൃശ്ശൂർ തൊട്ട് കാസർഗോഡേക്കുള്ള മേഖലകളിൽ തദ്ദേശത്തിൽ ഏതെങ്കിലും തരത്തിൽ തട്ടുകേട് കിട്ടുമെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഇനി അത്തരത്തിലൊരു ബൈറ്റ് നൽകിയതെന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതെ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് എല്ലാത്തിന്റെയും കാര്യങ്ങൾ കിട്ടുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. അതായത് ഇന്റലിജൻസ് ആണെങ്കിലും എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇരിക്കുന്നത്. 10 വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹമല്ല ഭരിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ആ ഇന്റലിജൻസ് വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പാർട്ടിയിൽ ഓരോ മൂവ്മെന്റുകളും നടത്തുന്നത്. ഇപ്പൊ PM ശ്രീ പദ്ധതി വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ചർച്ചകൾ നടക്കാതെ പോയത്? പിന്നീട് എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യാതെ പോയത്? കൃത്യമായിട്ട് അതിന്റെ പിന്നിൽ PR വർക്കുകൾ നടത്തുകയും കൃത്യമായിട്ട് എന്താണ് പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഒരാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മാത്രമേ ആ വാർത്ത നിൽക്കത്തുള്ളൂ, പിറ്റേ ദിവസം അത് ചർച്ച ചെയ്യുക പോലുമില്ല. അത്തരത്തിലാണ് കേരള രാഷ്ട്രീയം ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി ചരട് വലിക്കാൻ മുഖ്യമന്ത്രിക്കറിയാം. മുഖ്യമന്ത്രി 10 കൊല്ലം കൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് അത്രത്തോളം ഇന്റലിജൻസ് ഉണ്ടായതുകൊണ്ടും അത്ര മാത്രം അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അറിയുന്നത് കൊണ്ടാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും വില പോകില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നത്. അതായത് UDF വളരെ വലിയൊരു മേൽക്കൈ കിട്ടാൻ പോകുന്ന, കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടുകൾ വരുമ്പോൾ അറിയാം എങ്ങോട്ടാണ് ട്രെൻഡുകൾ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ കാര്യം തന്നെയാണ്. ഇനി അടുത്ത റിസൾട്ടുകൾ വരുമ്പോഴാണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ പോലും എൻ്റെ മണ്ഡലത്തിൽ ഞാൻ വോട്ടിടാൻ പോകുന്ന സാഹചര്യത്തിൽ ഞാൻ കൊണ്ടൊരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിൻ്റെ അത്രയും ആവേശം ഒരു പാർട്ടിയിലുമില്ല. എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുമ്പോൾ മാത്രമേ കോൺഗ്രസ്സുകാർ ആവേശമായിട്ട് മുന്നോട്ട് വരുത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈലന്റ് ആയി കഴിഞ്ഞാൽ കോൺഗ്രസ് അതിനനുസരിച്ച് പോവുകയുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആരും ഒന്നിനും പോകുന്നില്ല. അല്ല, കണക്കുകൾ ഇങ്ങനെ ഈ ശ്രീലമ്പടന്മാർ ഏത് തരത്തിലാണ് ഇത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതും അത്ര വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല. ഈ ഇരു പാർട്ടികൾക്ക് ദോഷമാണ്. ഈ വിഷയം നമ്മൾ മേൽത്തട്ടിൽ മാത്രമല്ല താഴെ തട്ടിലൊക്കെ ഇറങ്ങി നോക്കൂ. ഏത് പാർട്ടിയിലാണ് ശ്രീലമ്പടന്മാരുടെ എണ്ണം കൂടുതലെന്ന് എടുത്തു നോക്കി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പിട്ട് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഓരോ ദിവസവും CPM-ന്റെ ഈ നേതാവും സ്ത്രീ വിഷയത്തിൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളായിരുന്നു ഇടക്കാലത്ത് വെച്ച്. കോൺഗ്രസ് മോശമല്ല, സജീവമായിട്ട് വന്നുകൊണ്ടിരുന്ന വാർത്ത എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളും അടിച്ചുകൊണ്ടിരുന്നത് ടാർഗറ്റ് ചെയ്ത്. കാരണം അന്ന് റീച്ച് കിട്ടിക്കൊണ്ടിരുന്നത് സൈബർ സഖാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള വാർത്ത ഇടുമ്പോഴാണ് റീച്ച് കിട്ടുന്നത്. അപ്പൊ എവിടെ എന്ത് വിഷയം നടത്താൻ കഴിഞ്ഞാലും അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഏത് പാർട്ടിയുടെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ആരാണ് സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉള്ളത്. ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ സംരക്ഷിക്കുന്നത് ആര്? ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ എല്ലാ നേതാക്കന്മാരെയും ഇത്തരത്തിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ വന്ന ആക്ഷേപങ്ങളുണ്ട്. ഇതിൽ ആരാണ് സംരക്ഷിക്കുന്നത്? ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടാണെങ്കിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വ? ആഭ്യന്തര വകുപ്പിന്റെ അല്ലേ? ആഭ്യന്തര വകുപ്പല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിണറായി വിജയന്റെ കഴിവുകേടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ അല്ലേ? തീർച്ചയായും. അവിടെ എന്നിട്ട് പറയുകയാണ് കോൺഗ്രസ്സുകാർ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് എന്ന് നിങ്ങൾ പിടിച്ച അകത്തല്ലേ? നിങ്ങളുടെ കയ്യിലല്ലേ പോലീസും കോടതിയല്ലേ ഇരിക്കുന്നത്? മുരളീധരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയെങ്കിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്.
അതെ, നിങ്ങളുടെ കയ്യിൽ പോലീസും കോടതിയും സംവിധാനങ്ങളും എല്ലാം ഇരുന്നിട്ട് അയ്യോ അവരവരെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാ നാണക്കേട്? സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായി വിജയൻ ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതിനപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്, ഇവിടുത്തെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രതികൾ ഇവിടെ മന്ത്രിസഭയിൽ ഇരുന്ന് കഴിഞ്ഞാലും റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാലും ഒളിവിൽ പോയാലും.